അൽഹംദുലില്ലാഹ്, ഞാൻ ക്ലോക്ക് ടവറിന്റെ മുകളിലാണ് മക്കയില്. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിനെ ഇങ്ങനെ വീക്ഷിക്കാൻ കിട്ടുന്ന ഒരു അസുലഭ മുഹൂർത്തം. ഇതിന് കളമൊരുക്കിയത് എന്റെ സുഹൃത്ത് കുട്ടിമോനും പ്രിയപ്പെട്ട കൊണ്ടോട്ടിയിലെ അൻവറുമാണ്. അൻവർ ഇവിടെ ജോലിക്കാരനും കൂടിയാണ്. വളരെ സന്തോഷം. പരിശുദ്ധമായ കഅബാലയം ഇങ്ങനെ കാണാം മുകൾ ഭാഗത്തുനിന്ന്. അതുപോലെ സൊഫായും മർവായും തവാഫ് ചെയ്യുന്ന ആളുകളെ ഒരു ആകാശ വീക്ഷണം നടത്താൻ പറ്റി ഒരു പ്രത്യേകമായ ഇരിപ്പിടം ക്ലോക്ക് ടവറിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കും. അൽഹംദുലില്ലാഹ്, ഞാനിവിടെ കണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. സൊഫ മർവ മുകൾ ഭാഗം നേർക്ക് നേരെ കാണും. പിന്നെ കഅബ തവാഫ് ചെയ്യുന്നത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിന്റെ മുകൾ ഭാഗത്ത് തവാഫുണ്ട്, വീൽ ചെയർ തവാഫുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അറിയാത്തതും കാണാത്തതും കേൾക്കാത്തതുമായ ഒരു തവാഫാണ്. ഈ മിനാരങ്ങൾക്ക് തൊട്ടു പിറകിലായി റോഡ് വഴി ബസ്സുകളിൽ രോഗികളും അതുപോലെ പ്രയാസപ്പെടുന്നവരായ ആളുകൾ പ്രത്യേക നിശ്ചയിച്ച ഫീസ് ഈടാക്കി അല്ലെ അവരെ തവാഫ് ചെയ്യിക്കുന്നൊരു സമ്പ്രദായമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അൽഹംദുലില്ലാഹ്, അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി ബസ്സിൽ തവാഫ് ചെയ്യാനുള്ള അവസരം അതുമാണ് ഇങ്ങനെ കണ്ടത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വിവരം തന്നെ എനിക്ക് കിട്ടുന്നത്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിനെയും മക്കയെയും അതുപോലെ എന്താ പറയാ ഇവിടുത്തെ ഓരോ ചരിത്രത്തിന്റെ അമരസ്മരണകൾ ഉറങ്ങുന്ന ഓരോ വിഷയങ്ങളെയും മുടിനാലിഴ കീറി പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി 5-8 ദിവസമായി ഞാൻ അതിന്റെ പിറകിലാണ്. അതിലേറ്റവും കൗതുകം തോന്നിയ ഒരു വിവരം ലഭ്യമാകുന്ന ഒരു പ്രത്യേകമായ സ്ഥാനമാണ് ക്ലോക്ക് ടവറിന്റെ മുകൾ ഭാഗം. കൊണ്ടോട്ടിക്കാരായ മലയാളി സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട കുട്ടിമോനും അൻവറും എന്നെ കൊണ്ട് എത്തിച്ചു. വളരെ സന്തോഷം. ഞാൻ എന്റെ സുഹൃത്ത് വലയത്തിൽ ആരെയും മറക്കാറില്ല. എന്നാൽ ജീവിതത്തിൽ ആരും മറന്നാലും ഇവരെ രണ്ടാളെയും ഞാൻ പ്രത്യേകിച്ച് മറക്കൂല. കാരണം പരിശുദ്ധമായ കഅബാലയം കൺകുളിർക്കെ കാണാൻ, ആകാശ വീക്ഷണം നടത്താൻ, അതും ഈ പകൽ സമയത്ത് ആകെ മൊത്തം എവിടെയാണ് മസ്ജിദുൽ ഹറാമിന്റെ ആ തല ഈ തല, എത്ര മുനാരം, ഏതൊക്കെയാണ് ബാബുസലാം അവിടെ കിടക്കുന്നു, സഫ മർവ, അതുപോലെ ജബൽ ഖുബൈസ്, അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം, മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ്, മാഷാ അല്ലാഹ്, എന്താ പറയാ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദസ്പർശമേറ്റ് പുളകിതമായ ഈ മണ്ണിൽ എന്താ പറയാ ഈ ചെറിയവനായ ഞാന് ഈ ഉയരത്തിലിരുന്ന് ഇത് കാണാൻ കിട്ടിയ ഈ അവസരത്തിന്റെ നിമിഷത്തെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അള്ളാഹു നാളെ സുഖലോക സ്വർഗത്തില് ഈ രണ്ട് സുഹൃത്തുക്കളെ എന്നെയും നമ്മളെല്ലാവരെയും ഇതിനേക്കാൾ വലിയ ഉയരത്തിൽ ദർജയിൽ. അസ്സലാമു അലൈക്കും.